പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജനുവരി 19 ഹൈക്കോടതി ഇട്ട 11ാമത്തെ ഇടക്കാല ഉത്തരവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ സ്വർണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നടന്ന അന്വേഷണത്തിൻ്റെ ഫലം പൂർണ്ണമായിട്ടില്ലെങ്കിലും ഏതാണ്ട് ആ അന്വേഷണ ഫലം എന്താണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് ഈ 19ാമത്തെ വിധിന്യായത്തിൽ വളരെ കൃത്യമായി കോടതി പറയുന്നുണ്ട്. അതെന്താണ് കോടതി പറയുന്നത്, ആ ഫലം സംബന്ധിച്ചിട്ട് എന്താണ് കോടതിയുടെ വിധിന്യായത്തിൽ അടങ്ങിയിട്ടുള്ളത്, അത് ഒന്ന് വിശദീകരിക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, അതിൽ കോടതി പറയുന്നത് പ്രത്യേക അന്വേഷണ സംഘം ശബരിമല ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് സാമ്പിളുകൾ എടുത്തിരുന്നു. 17/11/2015 18/11/2015 എടുത്തിട്ട് അത് VSSCയിൽ വിശകലനത്തിന് വേണ്ടി അവർ കൊടുത്തു. അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന നടന്നതിനെ തുടർന്ന് അതിൻ്റെ ഫലം കീഴ്ക്കോടതിയിലേക്ക് 14/1/2026 സമർപ്പിക്കപ്പെട്ടു. അത് 16/1/2026 കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. അതാണ് ഈ കോടതി വിധിയിൽ ആദ്യം പറഞ്ഞത്. എന്നിട്ട് കോടതി പറയുന്നത്, ഈ അന്വേഷണ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചു, ഞങ്ങളത് പരിശോധിച്ചു. We have carefully perused the analysis report submitted by the investigating agency. എന്നിട്ട് കോടതി പറയുന്നത്, ഈ ഘട്ടത്തിലെ അന്വേഷണത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു, അതിൻ്റെ സെൻട്രൽ ഫോക്കസ് എന്ന് പറയുന്നത് 998 എന്തുമാത്രം സ്വർണമാണ് പൊതിയാൻ വേണ്ടി ഉപയോഗിച്ചത്, അതിനുപയോഗിച്ച സ്വർണത്തിൻ്റെ അളവ് എത്രയാണ് എന്നുള്ളതും 2019 പിന്നീട് നടന്ന സ്വർണം പൂശലിൽ എത്ര തൂക്കം സ്വർണം ഉപയോഗിച്ചെന്നും 998 പൊതിഞ്ഞ സ്വർണം മാറ്റിയിട്ട് അവിടെ പുതിയതായിട്ടുള്ള സ്വർണം പൂശുകയാണോ ചെയ്തത് എന്നും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൻ്റെ കേന്ദ്രബിന്ദു. അപ്പം 3 കാരണങ്ങൾ. ഒന്ന്, 98 നടന്ന സ്വർണം പൊതിയലിൽ എത്ര സ്വർണം ഉപയോഗിച്ചു. 2, 2019 നടന്ന സ്വർണം പൂശലിൽ എത്ര സ്വർണം ഉപയോഗിച്ചു. അതുപോലെ തന്നെ വെദർ ദി ഒറിജിനൽ ഗോൾഡ് ക്ലാഡഡ് പ്ലേറ്റ്സ് വർ റിമൂവ്ഡ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് ഫ്രഷ്ലി പ്ലേറ്റഡ് കമ്പോണൻസ് എന്ന് മാത്രമല്ല, ഈ കോപ്പർ ഈ ചെമ്പ് പാളികൾ, സ്വർണത്തിൻ്റെ പൊതിഞ്ഞതിന് കീഴിലുള്ള ചെമ്പ് പാളികൾ എടുത്ത് മാറ്റുകയോ അതിനകത്ത് വല്ല ടാമ്പർ ചെയ്യോ അതിനകത്ത് വല്ല ക്രമക്കേട് നടത്തിയോ എന്നുള്ളത് ശാസ്ത്രീയ പരിശോധനയിലൂടെ കണ്ടെത്തുക എന്നുള്ളതും ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എന്നിട്ട് കോടതി പറഞ്ഞെന്താ, അത് വളരെ നിർണായകമാണ്. ഓൺ എക്സാമിനിങ് ദ സമ്മറി ഓഫ് ദ കെമിക്കൽ അനാലിസിസ്, അതായത് രാസപരിശോധനയിലെ അതിൻ്റെ നിരീക്ഷണങ്ങൾ ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്, വി ഫൈൻഡ് ദാറ്റ് ദ അപ്രിഹെൻഷൻസ് ഏർലിയർ എക്സ്പ്രസ്ഡ് ബൈ ദ കോർട്ട് സ്റ്റാൻഡ് പ്രൈമ ഫേസി റീഇൻഫോഴ്സ്ഡ്. ഈ രാസപരിശോധനയുടെ നിരീക്ഷണങ്ങൾ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കോടതിക്ക് മനസ്സിലായത്, കോടതിക്ക് നേരത്തെ ഉണ്ടായിരുന്ന സംശയങ്ങൾ പ്രഥമ ദൃഷ്ടിയ തെളിയിക്കപ്പെട്ടു, അത് ശക്തിപ്പെട്ടു, അത് പ്രൈമ ഫേസി റീഇൻഫോഴ്സ് ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. എന്നിട്ട് അതിൻ്റെ കാരണങ്ങൾ കോടതി പറയാം. ദ ആബ്സെൻസ് ഓഫ് നിക്കൽ ആൻഡ് അക്രലിക് പോളിമർ ലെയേഴ്സ് ഇൻ ദി ഒറിജിനൽ ഗോൾഡ് ക്ലാഡഡ് പ്ലേറ്റ്സ്, അതായത് 998 സ്വർണം പൊതിയാൻ ഉപയോഗിച്ച സ്വർണപ്പാളികളിൽ നിന്ന് നിക്കൽ അക്രിലിക് പോളിമർ ലെയർ അവയുടെ അഭാവം, ദ ആബ്സെൻസ് ഓഫ് നിക്കൽ ആൻഡ് അക്രിലിക് പോളിമർ ലെയേഴ്സ് ഇൻ ദ ഒറിജിനൽ ഗോൾഡ് ക്ലാഡഡ് പ്ലേറ്റ്സ് 1. 2, പിന്നീട് വന്ന സ്വർണം പൂശിയ ചെമ്പ് പാളികളിൽ നിക്കലിൻ്റെ അഭാവമല്ല, അതിൻ്റെ സാന്നിധ്യം. അതുപോലെ തന്നെ അക്രിലിക് പോളിമർ ലെയേഴ്സിൻ്റെ സാന്നിധ്യം
അതുപോലെ തന്നെ മെർക്കുറിയുടെ അഭാവം. മനസ്സിലായി? അപ്പോൾ ദ ആബ്സെൻസ് ഓഫ് നിക്കൽ ആൻഡ് അക്രലിക് പോളിമർ ലെയേഴ്സ് ഇൻ ദ ഒറിജിനൽ ഗോൾഡ് ക്ലാഡഡ് പ്ലേറ്റ്സ്, the presence of nickel and the absence of mercury and the presence of acrylic polymer layers in the subsequently copper plates together with the comparative thickness of the gold and nickel layers, അതായത് അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഗോൾഡ് നിക്കൽ ആയിട്ടുള്ള ലെയറുകളുടെ താരതമ്യേന കട്ടി, കമ്പാരിറ്റീവ് തിക്നെസ്, അത് ക്ലിയർലി ഇൻഡിക്കേറ്റ്സ് എ സിസ്റ്റമാറ്റിക് ആൻഡ് മെത്തഡോളജിക്കൽ പ്രോസസ് ബൈ വിച്ച് ദ അലജ്ഡ് ഒഫൻസ് അപ്പിയേഴ്സ് ടു ഹാവ് ബീൻ എക്സിക്യൂട്ടഡ്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതെല്ലാം കൂടി ചേരുമ്പോൾ വളരെ സംഘടിതമായി കുറ്റം ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ട് കോടതി പറയുന്നു, ഈ അനാലിസിസ് നോട്ട് ഓൺലി ഡിസ്ക്ലോസ് ദ മാനർ ഇൻ വിച്ച് ദ മോഡസ് ഓപ്പറാൻഡി ഓഫ് ദ അലജ്ഡ് ടാമ്പറിംഗ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ but also provide critical evidentiary pointers for correlating past transactions with subsequent activities. ഈ വിശകലനം പുറത്തു കൊണ്ടിരുന്നത് നടന്നിട്ടുള്ള ക്രമക്കേട് മാത്രമല്ല, മുൻപ് നടന്ന ഇടപാടുകളെ പിന്നീട് നടന്ന പ്രവർത്തനങ്ങളുമായി താരതമ്യം ചെയ്യാനുള്ള വളരെ ഈ പറഞ്ഞ പോലെ നിർണായകമായിട്ടുള്ള തെളിവുമായി ബന്ധപ്പെട്ടുള്ള സൂചനകളും നൽകുന്നു. അതാണ് ദ അനാലിസിസ് reports not only disclose the manner in which and the modus operandi of the alleged tampering and substitution, but also provide critical evidentiary pointers for correlating past transactions with subsequent activities. The analysis report therefore assumes central importance in the investigation as it shed lights on the multiple technical and material aspects and furnishes a scientific basis for evaluating the transactions carried out during the years 2024 and 25, identifying the chain of decision making, fixing individual responsibility and criminal liability, and examining the existence of any organized or concerted action amounting to criminal conspiracy. അതുകൊണ്ട് ദി അനാലിസിസ് ദെർഫോർ അസ്യൂംസ് സെൻട്രൽ ഇമ്പോർട്ടൻസ് ഇൻ ദി ഇൻവെസ്റ്റിഗേഷൻ, അതായത് ഇൻവെസ്റ്റിഗേഷനിലെ സെൻട്രൽ ഇമ്പോർട്ടൻസ് അതിലൂടെ ഉണ്ടാകുന്നു. കാരണം എന്താണ്? അതുമായി ബന്ധപ്പെട്ട് 2025-ലും 24-ലും നടന്ന ഇടപാടുകളെ പരിശോധിക്കാനുള്ള ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറ അത് കണ്ടുപിടിച്ചു തരുന്നു എന്ന് മാത്രമല്ല, അതാരാണ് ചെയ്തത്, അതിലെന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ശാസ്ത്രീയ അടിത്തറയും ഈ വിശകലനത്തിലൂടെ ലഭിക്കുന്നു. എന്നിട്ട് കോടതി പറയുന്നു, ദിസ് കോർട്ട് കുഡ് റിഫ്രെയിൻ, എന്നാൽ ഇതിൻ്റെ കൂടുതൽ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് ഈ ഭാഗത്ത് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ട് കോടതി തുടർന്ന് പറയുന്നു, ദ അനാലിസിസ് റിപ്പോർട്ട് റിസീവ്ഡ് ഫ്രം ദ VSSC has shed considerable light on various technical and material aspects of alleged offence and has produced crucial scientific indicators which would guide the course of investigation relating to the transactions carried out during the years to 2024 and 2025. അതായത് VSSCയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പരിശോധനാ ഫലം ഈ ആരോപിക്കപ്പെട്ടുള്ള കുറ്റത്തിൻ്റെ സാങ്കേതികവും ഭൗതികവുമായിട്ടുള്ള ഭാഗങ്ങളെ കൂടുതൽ അതിനകത്തേക്ക് കൂടുതൽ വെളിച്ചം വീശുകയും ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ക്രൂഷ്യൽ സയൻറ്റിഫിക് ഇൻഡിക്കേറ്റേഴ്സ്, അതായത് 2024-ലെയും 2025-ലെയും ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നിർണായകമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പല സൂചനകളും ഈ VSSCയിലെ ഫലത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു, കോടതി പറയുന്നു. The findings contained in this report would also enable the investigating agency to evaluate the role played by individual accused, fix responsibility and criminal liability on the persons involved, and examine the possible existence of a larger conspiracy underlying the transactions. അതായത് ഈ റിപ്പോർട്ടിലെ നിരീക്ഷണങ്ങൾ
പല കാര്യങ്ങൾക്കും അന്വേഷണ സംഘത്തെ സഹായിക്കും. എന്തിന്? ടു ഇവാലുവേറ്റ് ദ റോൾ പ്ലേഡ് ബൈ ഇൻഡിവിജ്വൽ അക്യൂസ്ഡ്. ഓരോ വ്യക്തിഗതമായിട്ടുള്ള പ്രതിയും യുടെയും റോള് എന്താണ് എന്നുള്ളത് പരിശോധിക്കാൻ സഹായിക്കും. ഫിക്സ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ക്രിമിനൽ ലയബിലിറ്റി ഓൺ ദ പേഴ്സൺസ് ഇൻവോൾവ്. ബന്ധപ്പെട്ട വ്യക്തികളുടെ മേലുള്ള ഉത്തരവാദിത്വവും ക്രിമിനൽ ലയബിലിറ്റിയും ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ആൻഡ് ഇറ്റ് വിൽ ഓൾസോ ഹെൽപ്പ് ടു എക്സാമിൻ ദി പോസിബിൾ എക്സിസ്റ്റൻസ് ഓഫ് എ ലാർജർ കോൺസ്പിറസി അണ്ടർലൈങ് ദ ട്രാൻസാക്ഷൻസ്. എന്ന് പറഞ്ഞാൽ ഈ ഇടപാടുകളുടെ ഭാഗമായി ഒരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാനും ഈ ഫലങ്ങൾ സഹായിക്കും. ചിലപ്പോൾ വളരെ ക്രൂഷ്യലായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളാണ് കോടതി ഇതിനകത്തൂടെ പുറത്തു പറഞ്ഞിരിക്കുന്നത്. The analysis report received from the VSSC has shed considerable light on various technical and material aspects of the alleged offence and has provided crucial scientific indicators which would guide the course of investigation relating to the transactions carried out during the years 2024 and 2025. അപ്പം പ്രധാനമായും 2024 2025 നടന്ന ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാങ്കേതികവും ഭൗതികവുമായിട്ടുള്ള വശങ്ങളിലേക്ക് കൂടുതൽ വെളിച്ചം വീശാൻ ഈ റിപ്പോർട്ട് സഹായിക്കും. എന്ന് മാത്രമല്ല, ഈ റിപ്പോർട്ടിലെ ഫലങ്ങൾ വേറെ കാര്യങ്ങൾ സഹായിക്കുന്ന എന്തിനാണ്? വ്യക്തിഗതമായിട്ടുള്ള പ്രതികളുടെ റോള്, അവരുടെ ഉത്തരവാദിത്വം, ഇനി എന്തെങ്കിലും വിശാലമായിട്ടുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ കൂടുതൽ വെളിച്ചം വീശാൻ വേണ്ടിയിട്ട് ഈ പരിശോധനാ ഫലം സഹായിക്കും എന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുള്ളത്. ഇതാണ് യഥാർത്ഥത്തിൽ ഈ കോടതി വിധിയുടെ ഒരു ക്രക്സ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്നിട്ട് കോടതി പറയുന്നുണ്ട് ഇത് കൂടുതൽ സാങ്കേതികമായതുകൊണ്ട് ഇത് ഇനിയും VSSCയിലെ ഉദ്യോഗസ്ഥന്മാരുടെ കൂടുതൽ മൊഴിയെടുക്കുകയും അവരുമായിട്ടൊക്കെ കൂടുതൽ സംസാരിക്കുകയും ഒക്കെ വേണ്ടി വരും എന്ന് കോടതി പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കെൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ അന്വേഷണത്തിൻ്റെ ഫലം പൂർണ്ണാർത്ഥത്തിൽ വന്നു കഴിയുമ്പോൾ ഈ പെരുങ്കൊള്ളയുടെ മാനങ്ങൾ വലിയ തോതിൽ മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഒരുപക്ഷെ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ ഇതിൻ്റെ അന്താരാഷ്ട്ര മാനമായിരിക്കാം ഒരുപക്ഷെ ഇതിനകത്തുകൂടി പുറത്തേക്ക് വരാൻ വേണ്ടി പോകുന്നത്. ഇത് അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയ ഇതിൻ്റെ പുറകിൽ കളിച്ചിട്ടുണ്ടോ എന്നുള്ള ഗൂഢാലോചന, അതിൽ ബന്ധപ്പെട്ട വ്യക്തികൾ, അവരുടെ ക്രിമിനൽ ലയബിലിറ്റി, അതെല്ലാം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പരിശോധനയുടെ അന്തിമ ഫലം വരുമ്പോൾ അതിലൂടെ കഴിയുമായിരിക്കും എന്നുള്ളതിൻ്റെ വ്യക്തവും കൃത്യവും അർത്ഥശങ്കയ്ക്കിടയില്ലാത്തതും സംശയലേശമന്യമുള്ളതുമായിട്ടുള്ള ഫലങ്ങളാണ് ഈ പരിശോധനയിലൂടെ വന്നത് എന്നാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഈ ജനുവരി 19 തങ്ങളുടെ വിധിന്യായത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്.